നിന്റെ ജീവിതത്തിന്റെ രീതികൾ പറഞ്ഞ് നിന്നെ കളിയാക്കുന്നവരുടെ നടുവിൽ, when I talk about your name, the manner of life that you live and your lifestyle, it may make them to what you gonna make fun of you. എന്റെ കർത്താവ് നിങ്ങളെ അവിടെ നിന്ന് ഒരു വലിയൊരു പൊസിഷനിലേക്ക് കൊണ്ടു നിർത്തും. But my God is able to bring you out and lift you up to a greatest position from that. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പത്രോസ്. And for that a greatest beauty is found in Peter. അവന്റെ അന്നന്നത്തെ മീൻപിടുത്തത്തിൽ നിന്ന് കുടുംബത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രാരാബ്ദങ്ങളെ കൊണ്ടുപോകുന്ന മനുഷ്യനാണ് അപ്പോസ്തലനായ പത്രോസ്. സ്തോത്രം. അവന്റെ അന്നന്നത്തേക്കുള്ളത് മേടിച്ചുകൊണ്ട് അവന്റെ കുടുംബം പോറ്റലാണ് അവന്റെ മെയിൻ ലക്ഷ്യം. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആമേൻ, യേശുവിനെ കണ്ടപ്പോൾ അവൻ അവന്റെ കുടുംബത്തെ മറന്ന് അവൻ സ്തോത്രം യേശുവിലേക്ക് ചെന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു ടേൺ ഓവർ ഉണ്ട്. ആമേൻ. പത്രോസിന് അത് കളയലല്ലായിരുന്നു അവൻ ചെയ്തത്, പകരം അവനൊരു കോൺഫിഡൻസ് ഉണ്ടായി, എന്റെ കർത്താവ് എന്റെ കുടുംബത്തെ നോക്കും. ഹല്ലേലൂയ. അവന്റെ കുടുംബം അവൻ ഉപേക്ഷിച്ചെന്ന് പലരും പറഞ്ഞപ്പോൾ, when he began to forsake his family, when all the people saw it, ഇവന്റെ കുടുംബത്തെ കളയുകയല്ലായിരുന്നു, ഇവൻ ദൈവത്തിന്റെ കയ്യിലേക്ക് ഇവന്റെ കുടുംബത്തെ കൊടുക്കുകയായിരുന്നു. No, he is not worrying about his family, but is surrendering his family into the hands of God. ഒരുപക്ഷേ നമ്മൾ യേശുവിനെ കണ്ടപ്പോൾ പലരും പറഞ്ഞേക്കാം, നിങ്ങളുടെ കുടുംബത്തെ മറന്നു, നിങ്ങളുടെ തലമുറയെ മറന്നു, നിങ്ങളുടെ ജീവിതത്തെ മറന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസന് ഉറപ്പുണ്ട്, ഞാൻ എവിടെ വന്ന് നിന്നാലും അവിടെ എന്റെ തലമുറയെ എന്റെ കുടുംബത്തെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. Hallelujah. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്, എന്റെ കുടുംബത്തെ നോക്കാൻ എന്റെ ദൈവം ബാധ്യസ്ഥനാ. Therefore, we all do have the boldness and the confidence that God is on the side of our family. പ്രിയരെ, എന്റെ മുഴുവൻ ഫോക്കസും ഞാൻ ദൈവത്തിലേക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മുഴുവൻ ഫോക്കസും എന്നിലല്ല, എന്റെ ഫാമിലിയിലാണ്. My beloved people, when I give my 100% attention and focus toward God, and my God's focus and attention is towards my family 100%. Praise the Lord.